നമസ്കാരം. മുസ്ലിങ്ങളുടെ മദ്രസകളെക്കുറിച്ച് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ പേര് കേശവ് പ്രസാദ് മൗര്യ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വന്നു. അതിൻ്റെ പുറകിൽ കലാപം. ഉത്തർപ്രദേശിൽ അതിൻ്റെ പേരിൽ പലയിടത്തും കോലാഹലങ്ങളുണ്ടായി, തല്ലുകൂട്ടമുണ്ടായി. കൊടുക്കുന്ന ഹിന്ദുക്കൾ, വാങ്ങുന്ന മുസ്ലിങ്ങൾ. അത് ഇടയ്ക്കിടയ്ക്ക് കിട്ടിയില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ട്. ആരോ പറഞ്ഞ പോലെ മസുരയ്ക്കൊന്ന് ഉറച്ചു കിട്ടാൻ ചിലപ്പോൾ നല്ല ഇടി ആവശ്യമാണെന്ന്. ഈ ജയവിജയന്മാരെന്ന് 2 പേരുണ്ട്. ഇവിടുത്തെ മ്യൂസിക് ആളുകളല്ല കേട്ടോ, അവരൊന്നുമല്ല, വൈകുണ്ഠത്തിലുള്ളവരാണ് ജയവിജയന്മാർ. അതായത് കാവൽ 2 വാച്ച്മാൻമാരാണ്, കാവൽ ഭടന്മാരാണ്. അപ്പോൾ അവർ നല്ല ആരോഗ്യശാലികളാണ്. പക്ഷെ അവർക്ക് ഇങ്ങനെ ആരുടെയിലൊക്കെ മുട്ടി നിന്നാലേ അവർക്ക് പറ്റുള്ളൂ. അപ്പോൾ വിഷ്ണുവിനോട് അവരിടയ്ക്ക് കംപ്ലയിൻറ്റ് പറയും, ഞങ്ങൾ ആകെ ഒരു വ്യായാമമില്ലാതെ. അപ്പോൾ വിഷ്ണു പറയും, ഞാനവിടെ ജനിക്കുന്നുണ്ട്, ഞാൻ ഹിരണ്യകശിപുവായിട്ട് ജനിക്കുന്നുണ്ട്, ഞാൻ രാവണനായിട്ട് ജനിക്കുന്നുണ്ട്, അപ്പോൾ എന്നോട് ഇടി കൂടിക്കോളൂ നിങ്ങൾ. കാരണം നിങ്ങൾ സാധാരണക്കാരോട് ഇടി കൂടിക്കഴിഞ്ഞാൽ വാസ്തവത്തിൽ നിങ്ങൾക്ക് എന്തായാലും പറയാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരുടെ മറ്റേ ശരീരത്തിന് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇടി കൂടാൻ വേണ്ടി വിഷ്ണു തന്നെ ഇവിടെ പല ഭാഗത്തിൽ അവതരിക്കാറുണ്ട്. എന്നിട്ട് ഈ ജയവിജയന്മാർ ഇവിടെ വന്നിട്ട് അവരോട് അടികൂടും. അങ്ങനെ മറ്റേ ജയവിജയന്മാർ വില്ലന്മാരായിട്ട് ഇവിടെ അവതരിക്കും. ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനുമായിട്ട്. അപ്പുറത്ത് വിഷ്ണു അവതരിക്കും നരസിംഹമായിട്ട്. അപ്പോൾ ഇടികൂടുമ്പോൾ ഒരു ആരോഗ്യം വയ്ക്കത്രേ. ഇതുപോലെ തന്നെ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾക്കിപ്പോൾ ഇടയ്ക്ക് ഇടി കിട്ടിയാലാണ് അവരുടെ ആ ശരീരത്തിനൊരു സുഖം ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അതെങ്ങനെയും അവർ വാങ്ങിച്ചു കെട്ടുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ പറഞ്ഞു, ഈ മദ്രസകൾ മുഴുവൻ വർഗീയത വളർത്തുകയാണ്, തീവ്രവാദം വളർത്തുകയാണെന്ന് പറഞ്ഞു. എന്തിനാണ് ഇവിടെ ഞാൻ വീണ്ടും ചോദിക്കുന്ന കാര്യമാണ്, ഇവരുടെ ദേവാലയങ്ങളുണ്ടല്ലോ, റോമൻ കാത്തലിക് ദേവാലയങ്ങൾ, അവരെക്കുറിച്ച് ഇങ്ങനെയുള്ള വല്ല കംപ്ലയിൻറ്റും വന്നിട്ടുണ്ടോ? പണ്ട് മദ്രസകളെക്കുറിച്ച് വല്ല കംപ്ലയിൻറ്റും വന്നിട്ടുണ്ടോ? അവരവരുടെ കാര്യം നോക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ നടമാടുന്ന കാര്യങ്ങളിൽ കുറേ ശരികേടുകളുണ്ട്. കുട്ടികളെ വാർത്തെടുക്കുകയാണ്, അവരുടെ ഉള്ളിലേക്ക് വിഷം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഇദ്ദേഹം ഉണ്ടല്ലോ, നമ്മുടെ പഴയ വിദ്യാഭ്യാസ മന്ത്രി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള സമയത്ത് വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നല്ലോ, പേരെന്തായിരിക്കാം, മുസ്ലിമാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഹിന്ദു കുട്ടികൾക്കൊന്നും വലിയ വിധത്തിലുള്ള എത്തിക്സ് വാല്യൂസ് ഒന്നും പഠിപ്പിക്കുന്നില്ല. അവർ അമ്പലങ്ങളിലൊന്നും പഠിപ്പിക്കുന്നില്ല. ഇവിടെ അത് തന്നെ തൊള്ള നിറച്ച് കൊടുക്കുന്നത്. എന്നിട്ടും അച്ചടക്കം, വിനയം, ക്ലാസ്സുകളിലുള്ള ആചാര്യന്മാരുള്ള ബഹുമാനം എന്നിത്യാദി കാര്യങ്ങൾ ഹിന്ദു കുട്ടികളെ മുമ്പിൽ നിൽക്കുന്നു. അതെന്താ അങ്ങനെ? അവിടെയും ഒരു വിദ്യാഭ്യാസമുണ്ട്. അച്ഛനമ്മമാർ, കാരണവന്മാർ കൊടുക്കുന്ന വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസമല്ല ഇവിടെ കൊടുക്കുന്നതെന്നുള്ളതുകൊണ്ടാണ് ഇവറ്റകൾ മുഴുവൻ ചീത്തയായിട്ട് പോകുന്നതെന്ന് അർത്ഥം. മദ്രസയിൽ പഠിച്ചു വരുന്ന ആൾക്കാരുടെ പ്രധാന ആയുധം ഇപ്പോൾ എന്താണെന്നറിയോ? അസഭ്യപ്രയോഗമാണ്, വൃത്തികെട്ട അസഭ്യപ്രയോഗം. എന്നിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അവർ പറയാം, ഖുറാനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, തെറി പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർ അച്ഛനമ്മമാരെ വിളിക്കുന്നു, അവരവർ അച്ഛനമ്മമാരെ എന്ന് പറഞ്ഞിട്ട് പറയും. വിളിക്കുന്നോ? അതിപ്പോൾ ഗ്രന്ഥത്തിൽ അങ്ങനെ പലരും എഴുതി വയ്ക്കും. പക്ഷേ നമ്മളിവിടെ നടമാടുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള വൃത്തികെട്ട രീതിയിലാണ് അവർ ആൾക്കാരെ അപകർഷിക്കുക. ആരാന്ന് അവർ നോക്കൊന്നുമില്ല. ഹിന്ദുക്കളെ സംബന്ധിച്ചോളം ശങ്കരാചാര്യരാണോ, ഈ യുഗത്തിൽ ജനിച്ച് ശ്രീനാരായണ ഗുരുദേവനാണോ, ചട്ടമ്പി സ്വാമികളാണോ, അതൊന്നും അവർ നോക്കില്ല. അവരങ്ങോട്ട് അവർക്ക് ഇഷ്ടമില്ലാത്തൊരു വീഡിയോ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ അതൊക്കെയാണല്ലോ പ്രമുഖം, ഓപ്പൺ മീഡിയ, അതിൻ്റെ അടിയിൽ മുഴുവൻ തെറിവിളിയ ഒക്കെ ഈ മദ്രസ പൊട്ടന്മാരാണ് ചെയ്യുന്നത്. അവരെ മദ്രസ പൊട്ടന്മാരെന്ന് പറയാൻ പറ്റില്ല, മദ്രസ ചട്ടമ്പികളെന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് ഇപ്പോൾ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, മദ്രസ തെമ്മാടികൾ. അപ്പോൾ അതിനെക്കുറിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അവിടെ ഒരു വീഡിയോ ഇട്ട്, വീഡിയോ അല്ല, അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അവിടെ വന്നിട്ടുള്ളത്. വർഗീയ ധ്രുവീകരണം വളർത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചു. ഇങ്ങനെ പറഞ്ഞതാണ് തെറ്റ്. അദ്ദേഹം പറഞ്ഞ ഇത്ര മാത്രമാണ്, മദ്രസകളുടെ പഠനം അത് സുതാര്യമാക്കണം, അതിനകത്ത് വർഗീയത വളർത്തരുത്, മതസ്പർദ്ധ വളർത്തരുത്. പ്രമുഖ മുസ്ലിം സംഘടനയായിട്ടുള്ള ജാമിയത്ത് ഉലമ ഈ ഹിന്ദ് മദ്രസകളെക്കുറിച്ചുള്ള പരാമർശങ്ങളെ അപലപിച്ചു. ഒരു കാര്യമില്ല, അപലപിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് അപലപിച്ചു എന്ന് പറയണ്ട, അലപലപിച്ചു എന്നൊക്കെയും പറയാമെന്നർത്ഥം. അപലപിച്ചു എന്നുള്ള വാക്കിന് അർത്ഥങ്ങളുണ്ടല്ലോ, ഡിക്ഷണറിയിൽ വേടാണല്ലോ. അപ്പോൾ ഏതായാലും ഈ ഒരു പ്രഖ്യാപനത്തെ പ്രകോപനപരവും മുൻവിധിയോടെയുള്ളതും സാമൂഹിക ഐക്യത്തെ തകർക്കാനുള്ള ബോധപൂർവമുള്ള ശ്രമമാണെന്ന് അവർ വിശേഷിപ്പിച്ചു. ഈ ജാമിയത്ത് ഉലമ ഈ ഹിന്ദ് എന്ന സംഘടന, ഇവിടെ ഇവർ പറയുന്നത്
സാമൂഹ്യ ഐക്യത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട്. നമ്മൾ ഈ കേരളത്തിൽ പോലും സാമൂഹ്യ ഐക്യത്തിൻ്റെ പേരിൽ ഇന്നലെ എന്നോണം വരെ അതിൻ്റെ മഹനീയത കണ്ടിട്ട് നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിച്ചത്. ഇന്നിപ്പോൾ എന്തായി സ്ഥിതി? ഡോഗ്സ് ഓൺ കൺട്രി ആയില്ലേ? കാരണം എന്താണ്? ഈ ഒരു സംഘടന ഇപ്പോൾ അവർക്ക് 22 പേര് MLA കിട്ടിയപ്പോൾ അവർ കാണിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തെല്ലാം അക്രമങ്ങളാണ്. ക്രമപ്രകാരം മുഴുവൻ ഏറ്റുവാങ്ങുന്ന ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളാണ്. വെള്ളാപ്പള്ളി നടശ അതുകൊണ്ടാണ് പറഞ്ഞത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഭയപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പം എൻ്റെ പേരിൽ കേസുണ്ട്. എനിക്കിനി ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊന്നും പറ്റില്ല. 5-6 വർഷം കിടന്ന് നടക്കാൻ പറ്റില്ല. ആയതുകൊണ്ട് തന്നെ ഞാനവിടെ പോയിട്ട് കേസ്, കുഞ്ഞാലിക്കുട്ടി വിളക്ക് കൊളുത്തിയില്ല. വിളക്കിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് കേട്ടോ. വിളക്കിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് വിളക്ക് കൊളുത്താതെ ഇരുന്നത്. അപ്പുറത്ത് മാറി നിന്ന് ഇവിടെ എത്ര മുസ്ലിങ്ങളുണ്ട്, അവർ വിളക്ക് കൊളുത്തുന്നില്ല. ഞാൻ പൊന്നാനിയിലുള്ള ഉക്രു അദ്ദേഹം വിളക്ക് കൊളുത്തിയില്ലല്ലോ, എനിക്ക് വല്ല കംപ്ലൈൻറ്റും ഉണ്ടോ? പക്ഷേ ഇത്രയും ആൾക്കാർ കൂടിയിട്ട് ഒരു പൊതു സ്ഥലത്ത് വെച്ച് എല്ലാവരും വിളക്ക് കൊളുത്തുന്നു, നമ്മൾ കൊളുത്തൂല്ല എന്ന് പറയുമ്പോൾ നാട്ടുകാരെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറഞ്ഞു. കൂട്ടത്തിൽ കുറച്ച് പച്ചത്തറിയും പറഞ്ഞു. അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഇപ്പം ഞാനവിടെ പോയിട്ട് എന്ത് പറയും? ഞാൻ ഈ കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട കോടതി എനിക്ക് പിഴ വിധിക്കും, തടവ് ശിക്ഷ വിധിക്കും. ഞാൻ ജയിലിനകത്ത് പോകും. ഇവിടെ എല്ലാവരും ജയിലിനകത്ത് പോകുന്നുള്ളൂ. ഞാൻ ഇനി ഒരു തമാശയായിട്ട് പറയാം, മഹാത്മാഗാന്ധിയും പോയിട്ടുണ്ടല്ലോ ജയിലിനകത്ത്. നെൽസൺ മണ്ടേല 26 വർഷമല്ലേ ജയിലിൽ കിടന്ന്, ഞാനും ജയിലിൽ കിടക്കാൻ പോവാം. അപ്പോൾ ഇന്നലെ ആരോ ഒരു ഇതിന് വന്നു, ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ഒരു ക്രിസ്ത്യൻ സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ വീട്ടിൽ 6 പേരെ മറ്റേ സൈനൈഡ് കൊടുത്ത് കൊന്നല്ലോ. അപ്പോൾ അവരവിടെ പോകുന്ന സമയത്ത് തലകൂടെ മുണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പോയത്. ഇപ്പോൾ അവരൊരു സൂപ്പർ സ്റ്റാറായിരിക്കുക, കാണുമ്പോൾ നല്ല ഓജസ്സുള്ള ജീൻസ് പാൻറ്റൊക്കെ ധരിച്ച്. അപ്പോൾ ആരോ ഒരു പെൺകുട്ടി ഇതിനകത്ത് വായിച്ചു, മെനു വായിച്ചു. കാലത്ത് ദോശ, ഉപ്മാവ്, അതായത് ആഴ്ചയിൽ ഒരു ദിവസം മുട്ട, ഒരു ദിവസം ചിക്കൻ, ഒരു ദിവസം മീൻ, ഒരു ദിവസം ഇതൊക്കെ ഞാൻ കഴിക്കില്ലെങ്കിൽ പോലും സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണമാണ്. വിയൂരിച്ച ചരിത്രമൊക്കെ എനിക്കറിയാം. അപ്പോൾ ഇപ്പോൾ എന്തിനാ പേടിക്കുന്നത്? ഇന്ത്യ ഗവൺമെൻറ്റിലെ നമ്മളെ തടവിലാക്കുന്നത്. ഒരു കുറ്റം ചെയ്തു, അത് കോടതിക്ക് ബോധ്യമായി. എൻ്റെ മനസ്സിൽ അത് കുറ്റമായിട്ട് പറയുന്നത് എന്താ? നിലവിളക്ക് കൊത്തായിരിക്കുന്നത് തെറ്റ് തന്നെ, പക്ഷേ ഞാൻ തെറി പറഞ്ഞു എന്നുള്ളത് ശരികേടാണ്. അതിൻ്റെ പേരിൽ എന്ത് ശിക്ഷയാണെങ്കിൽ പോലും അത് ഏറ്റവും അതിൻ്റെ മാക്സിമം ശിക്ഷ 3 വർഷം എന്നാ പറ്റേ. 3 വർഷം പോയി ജയിലിൽ എടുക്കുക. ജയിലിൽ വെച്ചിട്ടായിരിക്കും ജനിക്കുന്ന എവിടെയാണെന്നും മരിക്കുന്ന എവിടെയാണെന്നും ആർക്കും അറിയില്ലല്ലോ. എൻ്റെ മരണം ജയിലിനകത്ത് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ, അങ്ങനെ ഇങ്ങോട്ട് നടക്കട്ടെ. 1,00,000 വർഷം കഴിയുന്ന സമയത്ത് ഇന്നിവിടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ ചരിത്രം പോലും ഉണ്ടാവില്ല. എന്തിനേറെ 100 വർഷം കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മഹാത്മാഗാന്ധിയെ വെടിയേറ്റ് മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കരയാറുണ്ടോ? സ്വന്തം വീട്ടിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ 1.5 വർഷം കഴിയുന്ന സമയത്ത് ഞാനും കരയാറുണ്ടോ? അപ്പോൾ ഇത് വലിയൊരു കാര്യമുള്ള കാര്യമൊന്നുമല്ല. അപ്പം ആയതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇപ്പം നിരക്കപ്പരക്കെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ മറ്റേ ശശികല ടീച്ചറുടെ പേരിൽ, പിന്നെ വേറെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അങ്ങനെ എപ്പോഴും വരുന്ന ഒരാളാണ് അദ്ദേഹത്തിന്, ബാബു RV ബാബുവിൻ്റെ പേരിൽ നിരക്കപ്പര കേസ് കൊടുത്തിരിക്കുകയാണ്. കേസ് ആർക്കും കൊടുക്കാം, എനിബഡി കൻ ഡൗട്ട് എനിവൻ. തെളിവില്ലെങ്കിൽ കൊടുക്കാം. കേസ് കൊടുത്തു, ഞാനിവിടെ താമസിക്കുന്നു, കേസ് ഹൈദരാബാദിൽ, ഞാൻ അങ്ങോട്ട് പോകണ്ടേ? അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക എന്നർത്ഥം. ഇപ്പോൾ അവരുടെ ഊഴമാണ്, അവരുടെ സമയമാണ്. അപ്പോൾ ആ സമയം വെച്ചുകൊണ്ട് അവർ ഹിന്ദുക്കളുടെ മേലെ കയറിയിട്ട് ചവിട്ടി കൂട്ടുകയാണ്, ഹിന്ദുക്കളുടെ നെഞ്ചത്ത് കയറി ചവിട്ടി കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇവരാണ് പറയുന്നത് സാമുദായിക ഐക്യം തകർക്കുകയാണ് ആര്? ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ എന്ന്. എന്തൊരു വിരോധാഭാസം നോക്കൂ. ഇവിടുത്തെ മതസ്പർദ്ധ തകർക്കുന്നത് എത്ര കാലമായി പറയുന്നു. കാലത്ത് കുട്ടികൾ ഞെട്ടി എഴുന്നേൽക്കുക, കാരണം വാങ്കുവിളി. ഇത് അവരവർക്ക് കേൾക്കുന്ന പോലെ. ഇപ്പോൾ വാച്ചുണ്ടല്ലോ കയ്യിൽ, മൊബൈലുണ്ടല്ലോ കയ്യിൽ, അതിലൂടെ കേട്ടാൽ പോലെ. ഇത് മനുഷ്യന്മാരെ മുഴുവൻ ദ്രോഹിക്കുന്നു. അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അപ്പോൾ മതസ്പർദ്ധ ആരാണ് ഉണ്ടാക്കുന്നത്? വർഗീയത. ഇപ്പോൾ മന്ത്രി അയക്കുന്ന ആളെ പറഞ്ഞയാൾക്ക് മതമാണ് അതിന് വീണ്ടും ആവർത്തിക്കുന്ന എന്തോ വൃത്തിയുടെ ഇരിക്കാനാണ് തോന്നുക. ഇതൊക്കെയും പറഞ്ഞിട്ട് ഇപ്പോൾ ഇവർ പറഞ്ഞത് എന്താണ്? മദ്രസ വിദ്യാഭ്യാസത്തിൽ അവർ തീവ്രവാദികളെ വളർത്തുന്നു, സാമുദായിക ഐക്യത്തിന് അത് പ്രശ്നമായി മാറും എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറയുന്നത് എന്താ? സാമൂഹിക ഐക്യം തകർക്കുകയാണെന്ന്. ഇവരെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നല്ല ഹിന്ദുക്കൾ. എടോ കോയമാരെ, എല്ലാ ഹിന്ദുക്കളും നല്ലവരാ. ഒരു ഹിന്ദു മോശം ഹിന്ദു ഇല്ല. അവരൊരു കാര്യത്തിലും ആവശ്യമില്ലാതെ ഇടപെടാറില്ല. ഞാൻ 65 വയസ്സ് വരെ ഞാനൊരു കാര്യവും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ ഇപ്പം ഇവർ കയ്യിലൊരു ചെറിയ വടി കിട്ടിയപ്പോഴേക്കും അതുകൊണ്ട് ആരെയും തല്ലണമെന്നറിയില്ല. ഉള്ളിൽ അതുപോലത്തെ തീവ്രതയാണ് കിടക്കുന്നത്.
അവൻ്റെ ഒരു വടി കിട്ടി കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാവരും പിടിച്ച് തല്ലണം, ആരൊക്കെ തല്ലാൻ പറ്റുക എന്നുള്ള രീതിയിലാണ് ഇവർ പെരുമാറുന്നത്. അതിനെതിരെ നമ്മൾ സംസാരിച്ചത്. അതിൻ്റെ പേരിൽ ഞാനിനി കുറേ പൈസ ചിലവുണ്ട്. എൻ്റെ ലാപ്ടോപ്പ് എടുത്ത് കൊണ്ടുപോയി, എൻ്റെ മൊബൈൽ എടുത്ത് കൊണ്ടുപോയി, 2 മൊബൈൽ എടുത്ത് കൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ലാപ്ടോപ്പും മൊബൈലൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതായി പോയത്തെ സ്ഥിതി എന്നാണ്. പക്ഷേ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ പോയതിന് ശേഷം 12-ാം ദിവസം ഒരാൾ, പക്ഷേ ഞാൻ ജാതി മതവും പറയല്ല, എൻ്റെ ലാപ്ടോപ്പും എൻ്റെ സംവിധാനങ്ങളും മുഴുവൻ എടുത്തു കൊണ്ടുപോയത് കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടിയിട്ടാണല്ലോ. എനിക്ക് തിരിച്ചു തന്നത് അതേ മതത്തിൽപ്പെട്ട ഒരാൾ. അവിടുന്ന് അദ്ദേഹം വിദേശത്താണ്. അവിടെ നിന്ന് വന്ന് കൊച്ചിയിൽ നിന്ന് അദ്ദേഹത്തിന് കാറുണ്ട്, അതെടുത്തിട്ട് എൻ്റെ റൂമിൽ വന്ന് എനിക്ക് ലാപ്ടോപ്പ്, അതിൻ്റെ പേര് ASUS ആസൂസ് എന്തുകൊണ്ട് ASUS വിവോ ബുക്ക്, അതും ഒരു മൊബൈലും അതിൻ്റെ ആക്സസറീസും എല്ലാം എനിക്ക് വിട്ടു തന്നു എന്നർത്ഥം. ഇനി ഇത് കൊണ്ടുപോയാൽ വേറെ ആൾക്കാരുണ്ടാവും. ഈശ്വരനാണല്ലോ വലുത്, അതാണല്ലോ ഏറ്റവും വലിയ വിധി പ്രസ്താവിക്കേണ്ടത്. ഞാനിവിടെ എൻ്റെ സുഹൃത്തോട് പറഞ്ഞു, ഇനിയിപ്പോൾ അതിപ്പോൾ അവിടെ പോയിട്ട് തിരിച്ച് കിട്ടാൻ പോകില്ല. ഇനി കിട്ടിയാൽ തന്നെ ഞാൻ ആ ലാപ്ടോപ്പ് സൂക്ഷിച്ചിരുന്നത് എപ്പോഴും അടിയിൽ ഞാനൊരു ടവലിട്ടിട്ട് അതിൻ്റെ മേലെ വയ്ക്കുള്ളൂ. എന്നും ഈ ഒരു സാധനം 2 ഉണ്ട്, അത് വെച്ചുകൊണ്ട് എന്നും ഞാൻ ഇങ്ങനെ പൊടി തട്ടിക്കൊണ്ടിരിക്കും. ആ സാധനം വലിച്ചവിടെ കിടക്കുന്നത്, കൊണ്ടുപോയിട്ട് അവിടെ വലിച്ചു കിടക്കുന്നത്. അത് പിന്നെ നിയമത്തിൻ്റെ ഭാഗം കൊണ്ടുപോയിക്കോട്ടെ, തല്ലി തകർക്കുക, എന്തെങ്കിലും അവിടെ തിരിച്ച് കിട്ടിയാലും ഇത് കുഴപ്പമില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി അത് തിരിച്ച് കിട്ടിയാൽ തന്നെയും അത് തല്ലി പൊളിച്ചിട്ട് എനിക്ക് തിരിച്ച് കിട്ടാൻ പോകുന്നുള്ളൂ. ഈ പിടിച്ചു കൊണ്ടുപോയാൽ ആർക്കെങ്കിലും, അല്ലെങ്കിൽ കോടതിയിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടാവുമല്ലോ, അവരൊന്നും നോക്കാൻ പോകില്ല. അവർ ലാപ്ടോപ്പ് എടുത്ത് അങ്ങോട്ട് വലിച്ചെറിയും, അവർ ലാപ്ടോപ്പ് ഇങ്ങോട്ട് വലിച്ചെറിയും. 84,000 രൂപയുടെ ലാപ്ടോപ്പാണ്. അതും എനിക്ക് നൽകിയത് എൻ്റെ ഒരു മുസ്ലിം സുഹൃത്താണ് നൽകിയത്, ഒരു ഡോക്ടറാണ് നൽകിയത്. അപ്പോൾ അത് വലിച്ചെറിയുന്നു. അതുപോലെ തന്നെ നിങ്ങൾ കേൾക്കുന്നവർക്കറിയാം, സാംസങ്ങിൻ്റെ 25 ആണ് മറ്റേ മൊബൈൽ, അതും അവിടെ കെട്ടി കഴിഞ്ഞൊരു മൂലയ്ക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിന് തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ തന്നെയും പപ്പടം പൊടിഞ്ഞ പോലെയുള്ള എനിക്ക് കിട്ടാൻ പോകുള്ളൂ. എനിക്ക് 100% ഉറപ്പാണ്. പലരും അങ്ങനെ പറഞ്ഞു, അതിന് തിരിച്ച് കിട്ടാൻ പോകുള്ളൂ. വക്കീലും പറഞ്ഞതിനോട് തിരിച്ച് കിട്ടാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ മലപ്പുറത്തെ സൈബർ ക്രൈമുകാരുടെ എന്നോട് പെരുമാറിയ രീതി വെച്ച് നോക്കുമ്പോൾ അവർ നല്ല രീതിയിൽ അവർ പറഞ്ഞു, സ്വാമി വിഷമിക്കേണ്ട, ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു മാത്രമല്ല, പക്ഷേ നന്നായിട്ട് കെട്ടിപ്പൊഞ്ഞ്, തുണിയും കെട്ടിപ്പൊഞ്ഞ് സീൽ വെച്ചിട്ട് ഞങ്ങൾ കൊടുക്കുള്ളൂ കേട്ടോ, അവിടേക്ക് നന്നായിട്ട് സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. സമാധാന വാക്ക് പറഞ്ഞിട്ട് ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സാമൂഹിക ഐക്യം തകർക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് മന്ത്രി നടത്തിയത്, UP മന്ത്രി നടത്തിയതെന്ന് പറയുമ്പോൾ എനിക്കിങ്ങനെ എന്തായാലും പറയുക, ചിരി അടക്കാനേ വയ്യ എന്നർത്ഥം. ഹിന്ദുക്കൾ ഒരിക്കലും സാമുദായിക ഐക്യം എവിടെയും തകർത്തിയിട്ടില്ല. പക്ഷേ ഈ ഇടത്തെ ചവിടത്ത് അടി കിട്ടിയാൽ വലത്തെ ചവിടത്ത് കാണിച്ചു കൊടുക്കുന്നവനാണ് ഹിന്ദു. വലത്തെ ചവിടത്ത് അടി കിട്ടിയാൽ ഇടത്തെ ചവിടത്ത് കാണിച്ചു കൊടുക്കുന്നവനാണ് ഹിന്ദു. വീണ്ടും ഇടത്തെ ചവിടത്ത് അടി കിട്ടിക്കഴിഞ്ഞാലോ സ്വയമേവ മൃഗേന്ദ്രത, പിന്നെ അവൻ്റെ നെഞ്ചുമൂടം കലക്കും. അതാണ് കൃഷ്ണൻ പറഞ്ഞത്, മാമനുസ്മര യുദ്ധ്യച, നീ സഭ്യസാചിയാണ്, നീ 2 കൈ കൊണ്ടും നീ യുദ്ധം ചെയ്യുന്നവനാണ്. അമ്പയക്കാൻ 2 കൈ കൊണ്ട് അദ്ദേഹത്തിന് കഴിയും. അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെയുള്ള നീ നിമിത്തമായിക്കൊണ്ട് എന്നെ മനസ്സിലുറപ്പിച്ച്, ധർമ്മത്തെ മനസ്സിലുറപ്പിച്ച് യുദ്ധം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആയതുകൊണ്ട് തന്നെ ഏത് ചേരയാണെങ്കിലും കടിക്കാത്ത ചേര അളമുട്ടുമ്പോൾ കടിക്കുമല്ലോ. അതാണ് ഉത്തരേന്ത്യയിലും ഉണ്ടായത്. വാസ്തവത്തിൽ ചൊവ്വാഴ്ച, അതായത് ഓഗസ്റ്റ് 4-ാം തീയതി 2026 വിധാൻ ഭവനിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ഉപമുഖ്യമന്ത്രി പറഞ്ഞു, ഈ മദ്രസ വിദ്യാഭ്യാസം തീവ്രവാദ അതുപോലെ ഐക്യങ്ങളെ തകർക്കാനുള്ള, മതപരമായിട്ടുള്ള ഐക്യങ്ങളെ തകർക്കാനുള്ള ശ്രമമാണെന്ന്. മദ്രസ വിദ്യാഭ്യാസം നേടുന്നവർ ഭാരത് മാതാക്കി ജയ് എന്നവർ വിളിക്കില്ല. അവർക്ക് ഭാരതത്തെ ഇഷ്ടമല്ല, ഭാരതം കേൾക്കുന്ന ഇഷ്ടമല്ല അവർക്ക്. അതുകൊണ്ട് ഈ മറ്റേ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടാവും, പാകിസ്ഥാന് വേണ്ടി ജയ് വിളിക്കുന്ന ആൾക്കാരാണല്ലോ, ഞാൻ കണ്ടിട്ടുണ്ടേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പാകിസ്ഥാന് വേണ്ടി ജയ് വിളിക്കുന്ന ആൾക്കാരാണ് അവർ. ഭാരത് മാതാക്കി അവർ ചെയ്യില്ല. വന്ദേ മാതരം പാടില്ല, നിലവിളക്ക് കൊളുത്തില്ല. അവർക്ക് ഹിന്ദുക്കളുടെ പുച്ഛമാണ്, പരമപുച്ഛമാണ്. ആയിക്കോട്ടെ, പുച്ഛിച്ചോട്ടെ, അവരുടെ വീട്ടിൽ വെച്ച് പുച്ഛിച്ചോട്ടെ. പക്ഷേ കേരളത്തിലിപ്പോൾ 22 സീറ്റ് കിട്ടിയപ്പോൾ ആ പുച്ഛം വീടിനകത്ത് വെച്ചല്ല അവർ പുറത്തേക്ക് പടർത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു മടിയുമില്ലാതെ ഇവിടുത്തെ ഹിന്ദു നേതാക്കന്മാരെ അസഭ്യം പറയുന്ന പരിപാടി, തിരിച്ച് അസഭ്യം പറഞ്ഞാൽ കേസ്. അതാണ് എൻ്റെ കാര്യത്തിൽ സംഭവിച്ചുള്ളത്. എന്തോ ആവട്ടെ, അവർ തീവ്രവാദി പോലുള്ളൊരു മാനസികാവസ്ഥ വളർത്തിയെടുക്കുന്നുണ്ട്, സത്യമാണത്. മദ്രസ ബംഗ്ലാദേശിലോ, ഞാനിവിടെ
ഒരിക്കൽ ചെന്നൈ എയർപോർട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് മുമ്പിലൊരു മുസ്ലിം ഒരു ഫാമിലി ആയിരിക്കുന്നത് 5-8 പേരുണ്ട്. അതിലൊരു മുസ്ലിം യുവതിയുടെ തോളത്ത് ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്ന് എനിക്കറിയില്ല, കൊച്ചുകുട്ടി അതിൻ്റെ ഏകദേശം ഒരു അവിടെ നിന്ന് കളിക്കുകയാണ്, തോളത്തല്ല അവരുടെ മടിയിൽ നിന്ന് കളിക്കുകയാണ്. അപ്പോൾ അവൻ എന്നെയാണ് ഫേസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് അവനൊരു 3 വയസ്സോ 4 വയസ്സോ മറ്റും ഉണ്ടാവണം. സംസാരിക്കാൻ തുടങ്ങി. അവൻ പറയാണ്, അവൻ ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, മമ്മി എ ഗോസ്റ്റ് ഈസ് സിറ്റിംഗ് എന്ന്. എങ്ങനെയാണ് അവൻ്റെ ഉള്ളിലേക്ക് എന്നെപ്പോഴൊരു കാവ്യ വസ്ത്രധാരിയെ ഗോസ്റ്റ് എന്ന് പറയാനുള്ള കാരണം? അതാണ് പഠിപ്പിക്കൽ. കുട്ടിക്കാലം വരെ അവർ പഠിപ്പിച്ചു വച്ചിരിക്കുകയാണ്, ഗോസ്റ്റ് എന്ന് പഠിപ്പിച്ചു വച്ചിരിക്കുകയാണ്. എത്രയോ ഹിന്ദു കുട്ടികളെ ഗുജറാത്തിലേക്ക് പോകുമ്പോൾ കൊച്ചുകുട്ടികൾ 3 വയസ്സുള്ള കുട്ടി എന്നെ കാണുന്ന സമയത്ത് അവർ ഇങ്ങനെ അമ്മ പറഞ്ഞു കൊടുക്കുക, മോളെ ഇതേ സ്വാമിയോട് നമസ്കാരം. അപ്പോൾ അവർ അതൊക്കെ അവർ പഠിപ്പിച്ചോ, പഠിച്ചതല്ലേ പാടുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. വന്ദേ മാതരം പാടില്ല, ഭാരതമാതാക്ക് പറ്റില്ല, ഓണമുണ്ടില്ല, ഓണം, വിഷു, തിരുവാതിര, ശിവരാത്രി ഇതെല്ലാം നടക്കുന്ന സമയത്ത് ഹിന്ദു വീടുകളിൽ പോകരുത്. ഏതായാലും അവർ തീവ്രവാദി പോലുള്ളൊരു മാനസികാവസ്ഥ വളർത്തിയെടുക്കുന്നത് സത്യമാണ്. മദ്രസ ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലോ ഇന്ത്യയിലോ ആകട്ടെ അത് അനൗദ്യോഗികമായിട്ട് തീവ്രവാദത്തെ വളർത്തുന്നു. നമ്മളത് കണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഇത്തരമൊരു പ്രസ്താവന, ഈ തരത്തിലുള്ളൊരു പ്രസ്താവന സാമുദായികമായിട്ടുള്ള ഐക്യം തകർക്കാനും തിരഞ്ഞെടുപ്പുകൾ കണക്കിലെടുത്ത് സാമുദായികമായിട്ടുള്ള സംഘർഷങ്ങൾ വളർത്താൻ ലക്ഷ്യമിടുന്നു. മദ്രസകൾക്ക് സമ്പന്നമായിട്ടൊരു പാരമ്പര്യമുണ്ട്, യാതൊരു സംശയവുമില്ല. സമ്പന്നമായിട്ടുള്ളൊരു പാരമ്പര്യമുണ്ട്. കാലാകാലങ്ങളിൽ ആ സമ്പന്നത വളർത്തിയെടുക്കാനാണ് അവർ ശ്രമിച്ചത്. ഇപ്പോൾ സമ്പന്നന്മാരാണ്. എങ്ങനെ? പലതരത്തിൽ സമ്പന്നന്മാരാകാം. വീരപ്പൻ സമ്പന്നനായിരുന്നു. അപ്പോൾ സമ്പന്നത പല രൂപത്തിലാണ്. എന്തിൻ്റെ പേരിലാണ് സമ്പന്നത നമ്മൾ അതിനിപ്പോൾ കേരളം നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. കേരളത്തിൽ നടമാടുന്ന കാര്യം ഉദാഹരണമായിട്ട് എടുക്കാം. ഹിന്ദു ഇവിടെ പ്രാർത്ഥന ചൊല്ലിയാൽ അപകടം. ഇപ്പോൾ എന്ത് ചൊല്ലിയാൽ പറയാം, അയാൾ ഞങ്ങൾ തെറി പറഞ്ഞു. നിരക്കപ്പരക്ക കേസാണ് ഇപ്പോൾ ഇവിടെ ഹിന്ദുക്കൾക്കെതിരെ നിരക്കപ്പരക്ക കേസാണ്. കിടന്ന് ഓട് എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത് ആരാണ്? ഭരിക്കുന്നത് മുസ്ലിം ലീഗ് ഭരിക്കും. കേരളത്തിൽ ലീഗ് പറയുന്ന നിയമങ്ങളെന്ന് അവർ തന്നെ പറഞ്ഞതല്ലേ. അപ്പോൾ കോൺഗ്രസ്സുകാർ, അപ്പോൾ അവരോ കോൺഗ്രസ്സുകാർ, അവർക്ക് എന്ത് പറയണം? അവർക്ക് എങ്ങനെ ഈ കാര്യം നടന്നു പോകണം. ബാങ്കിൽ പള്ളം ബാങ്കിലും നിറയ്ക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ആയതുകൊണ്ട് തന്നെ ഇവൻ്റെ പുറകിലാണ് അവരുള്ളത്. ആയതുകൊണ്ട് തന്നെ പോലീസിൽ കേസ് വന്നാൽ ഉടനെ തന്നെ അവർ ചന്ദ്രനിൽ പോയിട്ടാണെങ്കിലും ചൊവ്വയിൽ പോയിട്ടാണെങ്കിലും പ്രതിയെ പിടിച്ചുകൊണ്ടുവരും. അതുപോലത്തെ സമ്മർദ്ദമാണ് അവിടെയുള്ളത്. ഹിന്ദുവിനെ തകർക്ക്. ഹിന്ദു കംപ്ലീറ്റ് ഇവിടെ ഇല്ലാതാകട്ടെ. ഇത് കംപ്ലീറ്റ് ജിഹാദി കേരളമാകട്ടെ. ഇത് കംപ്ലീറ്റ് ജിഹാദി ഭാരതമാകട്ടെ. കഴിയുമെങ്കിൽ അത് ചെയ്യ്. നിങ്ങളുടെ സ്വപ്നം അതാണല്ലോ. ആ സ്വപ്നം സാക്ഷാത്കരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കാം. നിങ്ങളങ്ങോട്ട് പരിശ്രമിക്കുക. ഇനി കേരളത്തിലെ ഹിന്ദുക്കൾ വേണ്ട, ഹിന്ദു പ്രാർത്ഥനകൾ വേണ്ട, നിലവിളക്ക് കൊളുത്തുന്ന പരിപാടി വേണ്ട, കോലമിടുന്ന പരിപാടി വേണ്ട, പൂജാകർമ്മങ്ങളൊന്നും വേണ്ട, പ്രൊസഷൻ വേണ്ട, ഉത്സവം വേണ്ട. നിങ്ങൾ ശ്രമിക്ക്. ഏതായാലും ഇത്തരമൊരു പ്രസ്താവന സാമുദായിക ഐക്യം തകർക്കാനും തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് എല്ലായിടത്തും പ്രശ്നങ്ങൾ. അതാരാദ്യം തുടങ്ങിയത്? സാമുദായികമായിട്ടുള്ള പേരിൽ ഇവിടെ ഹിന്ദു ഇരിക്കുന്ന സമയത്തല്ലേ കെന്നഡി സാർ ഇവിടെ ഹിന്ദുക്കളല്ലേ ഇവിടെ അന്നുണ്ടായിരുന്നത്? അദ്ദേഹം ഇവിടെ മുഖ്യമന്ത്രിയായല്ലോ. ഹിന്ദുക്കളുള്ള സമയത്തല്ലേ നമ്മളുടെ ഭാരതരത്നം അബ്ദുൽ കലാം അവർകൾ അദ്ദേഹം ഇവിടുത്തെ പ്രസിഡൻ്റായത്. അതുപോലെ തന്നെ സക്കീർ ഹുസൈൻ പ്രസിഡൻ്റ് ആയിരുന്നുണ്ടല്ലോ. ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രസിഡൻ്റ് ആയിരുന്നുണ്ടല്ലോ. സിഖുകാരനായിട്ടുള്ള ജ്ഞാനി സെയിൽ സിംഗ് ആയിട്ടുണ്ടല്ലോ. ഹിന്ദുക്കൾക്ക് ആ പ്രശ്നമില്ല. പാകിസ്ഥാനിൽ എത്ര ഹിന്ദുക്കൾ അവിടെ പ്രസിഡൻ്റ് ആയിട്ടുണ്ട്, ആ കാര്യമൊന്നും പറയാതിരിക്കുക നല്ലത്. അപ്പോൾ ആയതുകൊണ്ട് സാമുദായികമായിട്ടുള്ള ക്രമം വെച്ചുകൊണ്ട് അധികാരം പിടിച്ചെടുക്കുന്ന പരിപാടി ഇപ്പോൾ ഹിന്ദുക്കളും ആരംഭിച്ചു. അപ്പോൾ ഇവർ ചെയ്യുന്ന സമയത്തൊക്കെ അതൊക്കെ നല്ല കാര്യങ്ങൾ, ഹിന്ദുക്കൾ ചെയ്താൽ അത് അകൃതമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ വിഷമമുണ്ടല്ലേ? മതത്തിൻ്റെ പേരും പറഞ്ഞ് വോട്ട് വാങ്ങിച്ച് അധികാരത്തിൽ കയറുന്ന സിസ്റ്റം നിങ്ങളാണ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുക. ഏതായാലും
ഇവർ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ പ്രധാന കേന്ദ്രങ്ങളായിട്ട് മദ്രസകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് തമാശ പറച്ചിൽ മാത്രമാണ്. ഇപ്പോൾ അവർ പറയുന്നൊരു കാര്യം തോന്നുന്നു, ഇവരെ ഈ പഠിപ്പിച്ചെടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുസ്ലിങ്ങൾ കാരണം കൊണ്ടാണ്. ഡൽഹിയിൽ എവിടെ ഒരു കല്ലുണ്ട്, അതുമ്പോൾ 10-65 പേരെ എഴുതി വെച്ചിട്ടുണ്ട്. ലക്ഷോപലക്ഷം ആളുകൾ അവർ പട്ടിണി കിടന്നും അടി കൊണ്ടും തല്ലുകൊണ്ടും നിരാകാര സത്യാഗ്രഹം ചെയ്തും ജാലിയൻ വാലാബാഗിൽ ഇങ്ങനെയൊക്കെയാണ് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളാണ് സ്വാതന്ത്ര്യം. ഇത് കുട്ടികളെ പഠിപ്പിക്കുകയാണ്, ഇവരെ തൊള്ളയിൽ കുത്തിക്കയറ്റുകയാണ്. ഡിബേറ്റിനൊക്കെ നല്ല കാര്യങ്ങളാണ്, തിരിച്ചു കിട്ടുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഈ സാമൂഹ്യ അശാന്തി വളർത്താനുള്ള ശ്രമത്തെ ജുഡീഷ്യറി തിരിച്ചറിയണം. എന്താണ് ഈ സാമൂഹ്യ അശാന്തി വളർത്തുന്ന കാര്യം എന്താണ്? നമ്മളുടെ ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയുടെ പ്രസ്താവന. എന്താണ് ആ പ്രസ്താവന? ആ പ്രസ്താവന ഇത്ര മാത്രമേ ഉള്ളൂ: മദ്രസ വിദ്യാഭ്യാസം നേടുന്നവർ ഭാരതത്തെ വെറുക്കുന്നു, ഭാരത് മാതാക്ക് ജയ് വിളിക്കുന്നത് വെറുക്കുന്നു, ജയ് ശ്രീരാം എന്ന് കേട്ടാൽ അവർ ചെവി പൊത്തുന്നു, വന്ദേ മാതരം പാടാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. ആയതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന എന്താണ്? അവിടെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം തീവ്രവാദി പോലുള്ളൊരു മാനസികാവസ്ഥ അവർ വളർത്തിയെടുക്കുന്നു. ഇത് സത്യമല്ലേ പറഞ്ഞത്? ആ സത്യം പറഞ്ഞതിൻ്റെ പേരിലാണ് പറയുന്നത് ഇവിടെ മതസ്പർദ്ധ ഉണ്ടാകും, അത് ജുഡീഷ്യറി തിരിച്ചറിയണമെന്ന്. പറഞ്ഞ ആളുടെ പേരെന്താ അറിയാമോ? കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ഷാനവാസ് ആലം. കോൺഗ്രസിൻ്റെ ഗതികേട്.